ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉദയത്തെക്കുറിച്ചും സ്വാതന്ത്ര്യസമരത്തിലേക്ക് നയിച്ച ഘടകങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിനു മുൻപ് ഇന്ത്യ പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയോടെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ഒരു ഐക്യബോധം വളർന്നു. ഇതാണ് ദേശീയതയുടെ തുടക്കം. ഇന്ത്യൻ ദേശീയതയെ ശക്തിപ്പെടുത്തിയ പ്രധാന ഘടകങ്ങളിൽ സാമ്പത്തിക നയം, പാശ്ചാത്യ വിദ്യാഭ്യാസം, സാഹിത്യം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഗതാഗതം എന്നിവ ഉൾപ്പെടുന്നു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും കാരണമായി. ദാദാഭായ് നവറോജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് തിരിച്ചറിഞ്ഞ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചു. പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരിൽ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ചുള്ള ബോധമുണർത്തി. ഇംഗ്ലീഷ് ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു പൊതുമാധ്യമമായി മാറി. സാഹിത്യവും പത്രങ്ങളും ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. പ്രമുഖ എഴുത്തുകാരും പത്രങ്ങളും ബ്രിട്ടീഷ് നിയന്ത്രണങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ടു. രാജാറാം മോഹൻ റോയിയും ജ്യോതിറാവു ഫൂലെയും നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സതി നിർത്തലാക്കാനും വിദ്യാഭ്യാസത്തിനും അവകാശങ്ങൾക്കുമായി പോരാടി. പണ്ഡിത രമാഭായിയെ പോലെയുള്ളവർ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. കൂടാതെ ആത്മാറാം പാണ്ഡുരംഗ് തുടങ്ങിയവരുടെ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റത്തിന് വഴിതെളിച്ചു. കൂടുതൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ആര്യസമാജം, രാമകൃഷ്ണ മിഷൻ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, സാധുജന പരിപാലന സംഘം എന്നിവയും ഉൾപ്പെടുന്നു. റെയിൽവേ, തപാൽ, ടെലിഗ്രാഫ് സൗകര്യങ്ങൾ രാജ്യത്തുടനീളമുള്ള ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുകയും ദേശീയ ഐക്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് മഹാജനസഭ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ തുടങ്ങിയ രാഷ്ട്രീയ സംഘടനകൾ രൂപീകൃതമായി. എങ്കിലും ഇവയുടെ പ്രവർത്തനം ചില മേഖലകളിൽ മാത്രമായി ഒതുങ്ങിയിരുന്നു. 1885-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായി. ബോംബെയിൽ നടന്ന ആദ്യ സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. ഇതിന്റെ സ്ഥാപകനാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂ. കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ ദേശീയ ഐക്യം വളർത്തുക, ബ്രിട്ടീഷ് സർക്കാരിനു മുന്നിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുക, ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നിവയായിരുന്നു. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ തുടങ്ങി നിരവധി നേതാക്കൾ ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാലത്ത് നേതൃത്വം നൽകി. 1905-ലെ ബംഗാൾ വിഭജനം ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ കഴ്സൺ പ്രഭു നടപ്പിലാക്കിയതാണ്. ഇതിനെതിരെ നടന്ന ഹർത്താലുകളും പ്രതിഷേധങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൽ വലിയ ചലനമുണ്ടാക്കി. ഈ വീഡിയോയിൽ നമ്മൾ സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ ഊർജം പകർന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന രീതി. ആത്മനിർഭരത എന്ന ആശയത്തിലൂന്നിയ ഈ പ്രസ്ഥാനം സ്വദേശി വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടു. ആദ്യമായി സാധാരണ ജനങ്ങളും സ്ത്രീകളും വിദ്യാർത്ഥികളും വലിയ തോതിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പല സംരംഭങ്ങളും ഉയർന്നുവന്നു. ഇതിൽ ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രബീന്ദ്രനാഥ ടാഗോറിന്റെ സ്വദേശി സ്റ്റോർ, വി. ചിദംബരം പിള്ളയുടെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റയുടെ സ്റ്റീൽ ഫാക്ടറി എന്നിവ ശ്രദ്ധേയമാണ്. കൂടാതെ നിരവധി തുണിമില്ലുകൾ, സോപ്പ്, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയും ഈ കാലഘട്ടത്തിൽ സജീവമായി പ്രവർത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കളെ പ്രധാനമായും മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി തിരിക്കാം. മിതവാദികൾ സമാധാനപരമായ ചർച്ചകളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രവർത്തിക്കുമ്പോൾ തീവ്രവാദികൾ സ്വാതന്ത്ര്യത്തിനായി ശക്തമായ തുറന്ന പോരാട്ടങ്ങളെ പിന്തുണച്ചു. മിതവാദികളിൽ ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവർ ഉൾപ്പെടുന്നു. തീവ്രവാദ വിഭാഗത്തിൽ ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവർ അണിനിരന്നു. 1907-ലെ സൂറത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ഭിന്നതകൾ രൂക്ഷമാവുകയും അത് കോൺഗ്രസ് പിളരുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഈ അവസരം മുതലെടുത്ത് ഭിന്നിച്ചു ഭരിക്കുക എന്ന നയം കൂടുതൽ ശക്തമാക്കി. 1909-ലെ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ ഒരു വശത്ത് നടപ്പിലാക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് തീവ്രവാദികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു. പല നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ആനി ബെസന്റും ബാലഗംഗാധര തിലകനും നേതൃത്വം നൽകിയ ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം സ്വയംഭരണം എന്ന ലക്ഷ്യവുമായി സജീവമായി. പിന്നീട് 1916-ലെ ലക്നൌ സമ്മേളനത്തിലൂടെ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ഐക്യം വീണ്ടും സാധ്യമായി. ചുരുക്കത്തിൽ ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പുകളും വിപ്ലവ സംഘടനകളുടെ പ്രവർത്തനങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തെ കൂടുതൽ കരുത്തുറ്റതാക്കി. ഇത് പിന്നീട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ ജനകീയ സമരങ്ങൾക്ക് അടിത്തറ പാകി.